ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തയ്യാറാക്കി നോക്കാം. അപ്പൊ നമ്മള് പാൻ വെച്ചു. നമുക്ക് എണ്ണ അതിലേക്ക് എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക്, കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ അതിന്റെ ഒപ്പം തന്നെ ഞാനിപ്പോ കുറച്ച് ഇഞ്ചിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമുളകും കൂടെ അതിലേക്ക് നമുക്ക് ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ എല്ലാരും വിചാരിക്കും മുട്ടക്കറിയൊക്കെ ഇപ്പൊ ആർക്കാ ഉണ്ടാക്കാൻ അറിയാത്ത, ഇതാണോ ഇപ്പൊ ഇത്ര വലിയ സംഭവം എന്നൊക്കെ അല്ലെ. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പോ എന്താ പറയണേ, ഈ +2 വരെ പോലും അടുക്കളയിൽ ഒന്നും കേറിയിട്ടില്ലാത്ത, അടുക്കള പോലും കണ്ടിട്ടില്ലാത്തെന്ന് പറയാം നമ്മുടെ കുട്ടികളെ, 1, 2 ഒക്കെ ഉള്ള കുട്ടികളെ നമ്മൾ അടുക്കളയിൽ ഒന്നും കേട്ടുന്നുണ്ടാവില്ല പല വീടുകളിലും. ഇവരൊക്കെ എന്നിട്ട് ഡിഗ്രിക്ക് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് ഇപ്പോ എന്റെ സ്റ്റുഡൻസിൽ തന്നെ ഉണ്ട് കേട്ടോ, കണ്ണൂര് കോഴിക്കോടൊക്കെയുള്ള ആളുകള്, അവരിതുപോലെ വന്നു കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലെ ഫുഡൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവര് പുറത്ത് റൂം എടുത്ത് താമസിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ചായ പോലും അവര് പറയാറുണ്ട്, ഞങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കണതൊക്കെ എന്ന്. അപ്പൊ അങ്ങനെ ബാച്ച് ലൈഫോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഒക്കെ പ്രയോജനപ്പെടുമല്ലോ. അത്രേ ഉള്ളൂ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ, നമ്മള് വീഡിയോയിൽ ഉണ്ടാക്കുന്ന കാര്യം എടുത്തപ്പോ അതൊന്ന് ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നേ ഉള്ളൂ. സവാള നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. സവാളയൊക്കെ നന്നായിട്ട് വെന്ത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർക്കാം കേട്ടോ. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാധാരണ എരിവെള്ള മുളക് പൊടി, പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി, ഏറ്റവും സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇടണ്ടല്ലേ, കരിഞ്ഞു പോകും. കാശ്മീരി മുളക് പൊടി, നമുക്ക് മല്ലിപ്പൊടി കൂടി, നന്നായിട്ടൊന്ന് പൊടികളുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞു. നമുക്കതിലേക്ക് കറിവേപ്പില, ഇനി നമുക്കിതിലേക്ക് തക്കാളി കൂടിയാണ് ചേർക്കാനുള്ളത് കേട്ടോ. തക്കാളിയും കൂടി നമുക്ക് ചേർക്കാം.
അത് നമ്മൾ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ആ തക്കാളിയുടെ തന്നെ വെള്ളത്തിൽ അതങ്ങ് ശരിക്കും വെന്തോളും. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് അതിലേക്ക് ചേരും. അപ്പൊ തക്കാളി നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് മൂടി വെച്ചതൊന്ന് വേവിക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോ ഉണ്ടല്ലോ, ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കാശ്മീരി, ഇതും നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് മുട്ട ചെറുതായിട്ടൊന്ന് നമ്മള് വകഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ കറിക്കുള്ളത് തക്കാളിയൊക്കെ ശരിക്ക് വേവുമ്പോഴേക്കും നമുക്ക് ആ ഒരു സമയം കൊണ്ട് മുട്ടയും നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ നമുക്കിവിടെ വെന്തിട്ടുണ്ടോ നോക്കാം. ഇതിലേക്ക് ഇപ്പൊ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൊഴുപ്പിന് വേണ്ടിയിട്ടൊരു കാര്യം ചേർക്കുന്നുണ്ട്, അത് വഴിയെ കാണാം. തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് എഗ് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കൈയളവില്. എന്നിട്ട് ഇനി അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. മുട്ട റോസ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുള്ളവർക്ക് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മുട്ടയും കൂടെ ചേർക്കുക. ഒരുപാട് നമ്മൾ ഈ ഒരു ടൈമിൽ ഇളക്കണ്ട. ഇനി ഇതിപ്പോ കുറച്ച് ഗ്രേവി, ഇപ്പൊ അപ്പത്തിന്റെ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് ഒന്നുകില് നമുക്ക് ചൂടുവെള്ളം, ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളപ്പോ ഇനിയിപ്പോ പച്ചവെള്ളം ചേർക്കാതെ ഈ ടൈമിൽ ചൂടുവെള്ളം ചേർക്കുക കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇന്ന് ആഡ് ചെയ്യാൻ പോണത് ഇതിന്റെ ഒപ്പം തേങ്ങാപ്പാലാണ്. അപ്പൊ ഒന്ന് ശരിക്കും ഇതൊന്ന് ആ മുട്ടയിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കട്ടെ. ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്തുണ്ടല്ലോ ഇതിലേക്ക് തേങ്ങാപ്പാല് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട് ആദ്യം ഇവിടെ ഇപ്പൊ 2ാം പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ആ ഗ്രേവിയൊക്കെ അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. സിമ്മിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത് കേട്ടോ. തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യണം. ആദ്യം ഒന്ന് 2ാം പാല് ചേർത്തു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് 1ാം പാലൂടെ ചേർക്കാം. അപ്പൊ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 1ാം പാലും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി. ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കാന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിക്കുന്നവര്, ഇപ്പൊ ഈ പറയുന്ന ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, കോക്കനട്ട് പൗഡർ ഒക്കെ ഇപ്പൊ കിട്ടും കേട്ടോ. അതൊന്ന് ജസ്റ്റ് കലക്കി നിങ്ങൾ ഒഴിച്ചാലും മതി. ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചൂടുവെള്ളം ഒന്ന് ചേർത്താലും മതി. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇതിന്, പ്രത്യേകിച്ച് അപ്പത്തിന്റെ കൂടെ കേട്ടോ. പാലപ്പവും ഈ ഒരു മുട്ട സ്റ്റൂ എന്നൊക്കെ നമുക്ക് പറയാം. നല്ല ടേസ്റ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ സിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തിള വന്നതേ തുടങ്ങിയിട്ടുണ്ട്. തിള വന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. തിള വന്ന് തുടങ്ങിയപ്പോഴേക്കും തന്നെ അത് ഓഫ് ചെയ്തിട്ട് രണ്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് വെച്ച് ഒരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മള് മുകളിലൊന്ന് ഒഴിക്കണം.
അപ്പൊ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ. കുറച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു വരാം. അപ്പോഴേക്കും ആ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു സ്മെല്ല് അതിനകത്ത് നിൽക്കും. ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ലോ ഓഫ് അട്രാക്ഷന്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്